അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഫാത്തിമ ബീവി സ്ഥിരമായിട്ട് കഅബം തവാഫ് ചെയ്യുമായിരുന്നു. ഒരിക്കൽ അവിടുന്ന് പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന സമയത്ത് കഅബം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രസവവേദന അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ അവിടെ കാബയിലേക്ക് പ്രവേശിപ്പിക്കുകയും കാബയിൽ വെച്ചുകൊണ്ട് ഒരു ചെറിയ ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ധീരനായ കുട്ടിയായി വളരണം എന്ന ആഗ്രഹത്തോടെ ആ ഉമ്മ കുട്ടിക്ക് പേരിടുന്നുണ്ട് അസദ്, സിംഹം എന്നർത്ഥം വരുന്ന പേര്. കച്ചവടാവശ്യാർത്ഥം പുറത്തുപോയ പിതാവായ അബൂ ത്വാലിബ് തിരിച്ചു വന്നപ്പോൾ തനിക്കുണ്ടായ ആൺകുഞ്ഞിനെ കുറിച്ചും കുട്ടിക്ക് പേരിട്ടതിനെ കുറിച്ചൊക്കെ അബൂ ത്വാലിബിനോട് ഭാര്യ സംസാരിക്കുന്നുണ്ട്. അബൂ ത്വാലിബിന് ആ പേരത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അലി എന്ന് അബൂ ത്വാലിബ് തൻ്റെ ചെറിയ കുട്ടിക്ക് പേര് വെക്കുന്നുണ്ട്. കഅബാലയത്തിന്റെ ഉള്ളിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു കുട്ടിയായിരുന്നു മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് അസദ് എന്ന പേര് പിതാവിന് അത്ര ഇഷ്ടപ്പെടാതെ വരികയും അലി എന്ന പേര് അബൂ ത്വാലിബ് തൻ്റെ ചെറിയ കുട്ടിയെ വിളിക്കുകയും ചെയ്യുകയാണ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. ഉമ്മയുടെ ആഗ്രഹം പോലെ ധീരനായ ഒരു കുട്ടിയായിട്ടാണ് അലി റളിയല്ലാഹു അൻഹു വളർന്നു വരുന്നത്. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ അബൂ താലിബിന്റെ അടുത്ത് അധിക സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം പ്രവാചകരുടെ അടുത്ത് ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അബൂ താലിബിന്റെ അടുത്ത് സാമ്പത്തികാവസ്ഥ മോശമാണെന്ന് തിരിച്ചറിഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ താലിബിന്റെ ഇളയ മകനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പ്രവാചകരുടെ വീട്ടിലായിരുന്നു അലി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ വളർന്നു വരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധമായ ജീവിതം കണ്ടു വളർന്ന അലി റളിയല്ലാഹു അൻഹു ജീവിതത്തിലേറെ സത്യസന്ധത പുലർത്തുന്നതിൽ മികവുറ്റ ആളായിരുന്നു. വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഏടായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ വേള എന്ന് പറയുന്നത്. എല്ലാവരും മദീനയിലേക്ക് നാടുകടന്നപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവാണ് മക്കയിൽ അവശേഷിച്ചിരുന്നത്. അങ്ങനെ സിദ്ദീഖ് തങ്ങളും നബി തങ്ങളും കൂടെ ഹിജ്റക്കിറങ്ങുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് വലിയൊരു ഉത്തരവാദിത്വം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നുണ്ട്. അന്ന് കാലത്ത് മക്കയിൽ ഒരു ബാങ്കിങ് സിസ്റ്റമോ പണത്തെ ശേഖരിക്കുന്ന സിസ്റ്റമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം ചെയ്തിരുന്നത് അവരുടെ സമ്പത്തുകൾ അവർ ഭ്രാന്തനെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി സൂക്ഷിക്കാൻ കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഹിജ്റക്കിറങ്ങുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അടുത്ത് ശത്രുക്കൾ ഏൽപ്പിച്ച സമ്പത്തിനെ അവരിലേക്ക് തന്നെ കണക്ക് പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് ഹിജ്റ പോകുന്നത്. തൻ്റെ ശരീരത്തെക്കാൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന അലി റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നിരുന്ന അതേ സ്ഥലത്ത് തങ്ങളുടെ പുതപ്പ് പുതച്ച് ശത്രുക്കൾ പുറത്ത് ചുറ്റും നിൽക്കുന്ന വീടിൻ്റെ ഉള്ളിൽ അന്ന് രാത്രി കിടന്നുറങ്ങുന്നുണ്ട്. കാലങ്ങൾക്ക് ശേഷം ആളുകൾ ചോദിക്കുന്നുണ്ട്, അല്ല അലി, നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിച്ച് കിടന്ന ഒരു ദിവസമായിരിക്കൂലേ അതെന്ന്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു കൊടുത്ത ഉത്തരം എങ്ങനെയായിരുന്നു? എൻ്റെ ജീവിതത്തിൽ അത്രയും സുഖമായി ഉറങ്ങിയ ഒരു രാത്രി വേറെ ഉണ്ടായിട്ടില്ല എന്ന്. അല്ലാഹു തആല അലി റളിയല്ലാഹു അൻഹുവിന് ശാന്തി നിറഞ്ഞ് ചൊരിഞ്ഞു കൊടുത്ത ഒരു രാത്രി കൂടെയായിരുന്നു അത്. അലി റളിയല്ലാഹു അൻഹു വളർന്നു വലുതായപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം അന്വേഷിക്കുന്നുണ്ട്. വളരെ ലജ്ജയോടുകൂടി പ്രവാചകരുടെ മുന്നിൽ ചെന്ന് മകളെ ചോദിക്കാൻ നിൽക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന് വാക്കുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. സമയത്ത് തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്ത് വേണം അലി എന്ന്. അലി റളിയല്ലാഹു അൻഹു ഏറെ നാണത്തോടെ പറഞ്ഞു, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ സ്നേഹം തുളുമ്പുന്ന ഒരു ദാമ്പത്യം അവിടെ രൂപപ്പെടുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഫാത്തിമ, ചിലപ്പോൾ
നിനക്ക് എല്ലാ നേരവും വയറു നിറച്ച് ഭക്ഷണം തരാനൊന്നും അലിക്ക് കഴിഞ്ഞോളണമെന്നില്ല. കാരണം അലിയൊരു പാവാണ്. പക്ഷേ നിന്നെ പൊന്നുപോലെ നോക്കി വളർത്താൻ, സ്നേഹത്തോടെ നിന്റെ കൂടെ നിൽക്കാൻ അലിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകളായ ഫാത്തിമ ബീവിയെ അടുത്തേക്ക് വിളിച്ചിട്ട് ഉപദേശിക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ തന്നെ ആയിരുന്നു അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ജീവിച്ചിരുന്നത്. ഒരിക്കൽ ഏറെ വിശക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി തൻ്റെ ഭർത്താവിനോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് ഈത്തപ്പഴം തിന്നാൻ ആഗ്രഹമുണ്ടെന്ന്. ആ സമയത്ത് അങ്ങാടിയിലേക്ക് പോയി അലി റളിയല്ലാഹു അൻഹു തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ജോലിയൊക്കെ എടുത്ത് കുറച്ച് ഈത്തപ്പഴം വാങ്ങിയിട്ട് തിരിച്ചു വരുന്നുണ്ട്. വഴിയിൽ ഒരു യാചകനായ മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിനോട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തരുമോ എന്ന് യാചനയോടെ കൈനീട്ടിയപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് കരുതിയിരുന്ന ആ ഈത്തപ്പഴം എടുത്തിട്ട് ആ യാചകന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഫാത്തിമ, ഞാൻ നിനക്ക് കരുതിയിരുന്ന ഒരു ഈത്തപ്പഴം വഴിയിൽ ഒരു യാചകൻ കൈനീട്ടിയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തു ഫാത്തിമ. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, എനിക്ക് ഈത്തപ്പഴം തിന്നാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് എന്നെ അതിനേക്കാൾ സന്തോഷിപ്പിച്ച കാര്യം നിങ്ങൾ ആ യാചകന് കൊടുത്തല്ലോ എന്നതാണ്. അത്രയും മനസ്സ് പരസ്പരം അറിഞ്ഞുള്ള ജീവിതമായിരുന്നു ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹുവും ജീവിച്ചു പോകുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധങ്ങളിലെല്ലാം അലി റളിയല്ലാഹു അൻഹു ഏറെ മികവുറ്റ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിരുന്നത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു യുദ്ധം തന്നെ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്, ഖൈബർ എന്ന യുദ്ധം. ഖൈബറിൻ്റെ കോട്ടക്കടുത്ത് നിൽക്കുന്ന തൻ്റെ സ്വഹാബത്തിനോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നാളെ നേരം വെളുത്താൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ ഒരു വെന്നിക്കൊടി ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുക്കും, അയാളുടെ നേതൃത്വത്തിൽ ഖൈബർ നമ്മൾ കീഴടക്കുമെന്ന്. സ്വഹാബത്ത് എല്ലാവരും അന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൊടി നാളെ തൻ്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ സ്വഹാബത്ത് എല്ലാവരും നിൽക്കുന്നതിൻ്റെ ഇടയിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഐന അലി, അലി എവിടെയാണോ എന്ന്. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, അലി റളിയല്ലാഹു അൻഹു കണ്ണിന് അസുഖം ബാധിച്ചുകൊണ്ട് ടെൻറ്റിനുള്ളിൽ പുറത്തിറങ്ങാൻ കഴിയാതെ നിൽക്കുകയാണ്. വെളിച്ചം പോലും കണ്ണിൽ തട്ടിയിട്ട് അസ്വസ്ഥത കാരണത്താൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നു. തൻ്റെ മുന്നിലെത്തിയ അലി റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ ഷറഫാക്കപ്പെട്ട ഉമിനീര് കൊണ്ട് ആ കണ്ണൊന്ന് തടവിക്കൊടുക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിന് തൻ്റെ കാഴ്ചയുടെ കണ്ണിൻ്റെ അസുഖം പൂർണ്ണമായും മാറിയിട്ട് അവിടുന്ന് പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വെന്നിക്കൊടി അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ട് പറയുന്നു, യുദ്ധം ജയിച്ചു വരാൻ വേണ്ടി. പിന്നീട് അങ്ങോട്ട് ആ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു തേരോട്ടമായിരുന്നു. ഖൈബർ കോട്ടയുടെ നേതാവായ മുറഹിബുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പരിച രണ്ട് കഷ്ണമായി പിളരുന്നുണ്ട്. ആ സമയത്ത് 40ഓളം ആളുകൾ എടുത്താൽ മാത്രം പൊന്തുന്ന കോട്ടയുടെ കവാടത്തെ തൻ്റെ കൈകൊണ്ട് വലിച്ചെടുത്തിട്ട് മുറഹിബുമായി പരിചയായി തടുത്തു നിന്നുകൊണ്ട് ഏറ്റുമുട്ടി മുറഹിബിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഖൈബർ എന്ന യുദ്ധത്തിൽ പൂർണ്ണ വിജയത്തോടെ പ്രവാചകരും സ്വഹാബത്തും മദീനയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. മഹാനായ അലി റളിയല്ലാഹു അൻഹു തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഭാര്യയായ ഫാത്തിമ ബീവി തിരക്കിട്ട ജോലിയിലാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്ത് പറ്റി ഫാത്തിമ ഇന്ന് നിനക്ക്? ആ സമയത്ത് ഫാത്തിമ ബീവി പറയുന്നുണ്ട്, ഞാൻ ഇന്നൊരു യാത്രക്ക് ഒരുങ്ങുകയാണ്, എന്നെ കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിച്ച അലി റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾക്ക് പോരാൻ സമയമായിട്ടില്ല എന്നായിരുന്നു ഫാത്തിമ ബീവിയുടെ മറുപടി. നീ എന്ന് തിരിച്ചു വരുമെന്ന ചോദ്യത്തിന് ഇനി ഞാൻ ഖിയാമത്ത് നാളിനെ തിരിച്ചു വരൂ എന്ന് സങ്കടത്തോടെ ഫാത്തിമ ബീവി പറയുന്നുണ്ട്. ഒന്നും മനസ്സിലാകാതെ തരിച്ചു നിൽക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്, ഇന്നലെ രാത്രി ഉപ്പ സ്വപ്നത്തിൽ വന്നിരുന്നെന്നും എന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ എന്ന് അന്വേഷിച്ചിരുന്നു എന്നൊക്കെ. എനിക്കുപ്പയുടെ അടുത്തേക്ക് പോകാൻ സമയമായി എന്ന് പറയുന്ന ഫാത്തിമ ബീവിയുടെ കരയുന്ന കണ്ണിലേക്ക് നോക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹു ഉത്തരവൊന്നും പറയാനില്ലാതെ തരിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ മഹദിയായ ഫാത്തിമ ബീവി ലോകത്തോട് വിട പറഞ്ഞപ്പോൾ തൻ്റെ ഭാര്യയുടെ ജനാസയുമായിട്ട് ഖബറിനരികിൽ നിന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്,
ഖബറെ, ഇന്നലെ വരെ എൻ്റെ കൂടെ ഉറങ്ങിയവളാണ്, നീ ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കരുതേ എന്ന്. പിന്നീട് ഫാത്തിമ ബിയുടെ മുഖത്തേക്ക് നോക്കി പറയുന്നുണ്ട്, ഫാത്തിമ, നീ ഇല്ലാത്ത ലോകം ഒട്ടും കൗതുകമല്ല. ഇനി ഞാനിവിടെ എത്ര കാലം ജീവിക്കണമെന്ന് എനിക്കറിയില്ല. യുദ്ധങ്ങളിലെല്ലാം ധീരമായി പോരാടിയിരുന്ന അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ ജനാസക്കരികിലിരുന്നു കൊണ്ട് ചെറിയ കുട്ടിയെപ്പോലെ തേങ്ങി തേങ്ങി കരയുന്നുണ്ട്.